നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരികൾ നേരത്തെ കളത്തിലിറങ്ങിയത് വിനയായി എന്നാണ് ഇപ്പോൾ ചില കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ. രാഹുലിനെതിരായ നീക്കങ്ങൾക്ക് ഒരു ആസൂത്രിത സ്വഭാവമുണ്ടായിരുന്നു. പരാതിക്കാരികളെ കോർത്തിണക്കുന്ന ചില കണ്ണികൾ തലസ്ഥാനം കേന്ദ്രീകരിച്ച് ശക്തമായി പ്രവർത്തിച്ചു. ഇതിൽ മാധ്യമപ്രവർത്തകരടക്കം നിരവധി ആളുകൾ. ഈ കോക്കസിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരു മാധ്യമപ്രവർത്തകയും മറ്റു ചിലരുമൊക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദങ്ങളും വലിച്ചുവെച്ചു. എല്ലാറ്റിനുമൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ചില പരാതികൾ ഉന്നയിച്ച നടി റിനി ആൻ ജോർജ് എയറിലായ അവസ്ഥ. ഷാഫി പറമ്പിലുമൊത്തുള്ള ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലിട്ട റിനി ആൻ ജോർജിനെ സമൂഹ മാധ്യമങ്ങൾ തന്നെ എയറിലാക്കി. ഹാപ്പി ബർത്ത്ഡേ ഷാഫിക്ക് എന്നായിരുന്നു റിനി ആൻ ജോർജിന്റെ പോസ്റ്റ്. സാഹിത്യകാരി എം.എ. ഷഹനാസിനെയും എയറിലാക്കിക്കൊണ്ട് രാഹുൽ പടകുത്തിച്ചു. അതിനിടയിൽ രാഹുലിനെതിരെ പരിഹാസമുയർത്തിയ ഓരോരുത്തരായി എയറിലാകുന്ന അവസ്ഥ. ഇതിനിടയിലാണ് രാഹുലിനെതിരായ നീക്കങ്ങൾ പാളി. ടൈമിംഗ് തന്നെയായിരുന്നു പ്രശ്നമെന്ന് ചില കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രാഹുലിനെതിരെ വെടിപൊട്ടിക്കാനായിരുന്നു ചില കേന്ദ്രങ്ങൾ നേരത്തെ ഗൂഢാലോചന നടത്തിയത്. എന്നാൽ നടി റിനി ആൻ ജോർജ് ആദ്യ വെടിപൊട്ടിച്ചു. പിന്നീട് ആദ്യ അതിജീവിതയെ പ്രകോപിപ്പിച്ച് പരാതി നൽകിയതിനു പിന്നിൽ കളിച്ചത് രാഹുൽ മാങ്കൂട്ടം തന്നെ. മൂന്നാം പരാതിക്കാരിയും പ്രകോപിപ്പിച്ച് അവരെ കൊണ്ടും പരാതി കൊടുപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ ഇത്തരം പരാതികൾ ഉയർന്നു വന്നാൽ അത് അപകടമുണ്ടാക്കുമെന്ന് രാഹുൽ നേരത്തെ കണക്കുകൂട്ടി. അതുകൊണ്ടാണ് മാസങ്ങൾക്ക് മുൻപേ പരാതിക്കാരെ പ്രകോപിപ്പിച്ച് രാഹുൽ തന്നെ ഇത്തരം പരാതികളുടെ കെട്ട് അഴിച്ചുവിട്ടത്. ആദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നത് പരാതിക്കാരികളുടെ ഉഗ്ര ആരോപണങ്ങൾ. എന്നാൽ അതിലെ പതിരും പൊരുളുമൊക്കെ സമൂഹ മാധ്യമങ്ങൾ ചികഞ്ഞു. കോടതികളിൽ കേസെത്തിയതോടെ രാഹുൽ മാങ്കൂട്ടം നിയമപരമായി തെറ്റ് ചെയ്തില്ല എന്ന് സമൂഹവും വിലയിരുത്തി. എല്ലാറ്റിനുമൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യ പരാതിക്കാരി നൽകിയ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ വിധിപ്പകർപ്പ്. ഈ ഉത്തരവിൽ അതിശക്തമായ ചില നിരീക്ഷണങ്ങൾ. രാഹുലും പരാതിക്കാരിയും തമ്മിലുണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ബന്ധം തകരുമ്പോൾ ബലാത്സംഗ ആരോപണം ഉയർത്തുന്നത് ശരിയല്ല. ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് കഴിച്ചത് പരാതിക്കാരിയുടെ സമ്മതത്തോടെ ആയിരുന്നുവെന്നും ആ സമ്മതം ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ ഉണ്ടായതാണോ എന്ന കാര്യം കേസിന്റെ വിചാരണ വേളയിൽ തെളിയുമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഒരു മാസം മുൻപുണ്ടായ സംഭവത്തിൽ മാനസികമായി ഏറെ തകർന്നിരുന്നു എന്ന് പറയുന്ന പരാതിക്കാരി പിന്നീട് ഒരു മാസത്തിനുള്ളിൽ സ്വമേധയാ രാഹുലിന്റെ ഫ്ളാറ്റിലെത്തി അവിടെ താമസിക്കുന്നു. ഇത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമായി തോന്നുന്നുവെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അവിടെ വെച്ചും ലൈംഗികാതിക്രമം ഉണ്ടായി എന്നിട്ടും അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചെന്നോ അല്ലെങ്കിൽ തന്നെ തടഞ്ഞു വെച്ചെന്നോ അവകാശപ്പെടാത്ത പരാതിക്കാരി 2 ദിവസം കൂടി ആ ഫ്ളാറ്റിൽ കഴിയുന്നു. പ്രഥമ ദൃഷ്ട്യാ ഇത് കാണിക്കുന്നത് ഇരുവർക്കുമിടയിലുള്ള ഉഭയകക്ഷി ബന്ധമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ശാരീരിക ബന്ധത്തിന് സന്നദ്ധയല്ല എങ്കിൽ എന്തിനാണ് വിവാഹിതയും പക്വതയുമുള്ള ഒരു സ്ത്രീ ഹർജിക്കാരനെ സ്വന്തം അപ്പാർട്ട്മെന്റിലേക്ക് വിളിപ്പിച്ചു വരുത്തിയത്? എന്തിനാണ് അയാളുടെ പാലക്കാട് ഫ്ളാറ്റിലേക്ക് ഇടയ്ക്കിടെ ഇവർ പോയത്? ഇതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഈ സമയത്തൊന്നും പരാതികൾ നൽകിയിട്ടില്ല. പ്രതിയും പരാതിക്കാരിയും തമ്മിലും പ്രതിയും പരാതിക്കാരിയും രണ്ടാം പ്രതിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളുടെ സൂചന നൽകുന്നത് ഇതുതന്നെ. ഏപ്രിൽ ഒടുവിലും മെയ് ഒടുവിലും ഉണ്ടായത് ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധം തന്നെയായിരുന്നു എന്ന് ശക്തമായി കോടതി നിരീക്ഷിച്ചു. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങൾ പിന്നീട് ബന്ധം തകരുമ്പോൾ ബലാത്സംഗമായി കണക്കാക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇത്തരത്തിൽ ബന്ധം മോശമാകുമ്പോൾ ബലാത്സംഗ ആരോപണം ഉയർന്നു വരുന്ന സംഭവങ്ങൾ കൂടുതലായി കണ്ടുവരുന്നു എന്ന സുപ്രീം കോടതിയുടെ ആശങ്കയും ഹൈക്കോടതി എടുത്തു പറഞ്ഞു. ഇപ്പോഴിതാ 1, 2, 3 പരാതികൾ നിലനിൽക്കില്ല എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ഒരു 4ാം പരാതിക്കാരി അവതരിക്കാൻ പോകുന്നു. ഇത് സംബന്ധിച്ച ആദ്യ സൂചനകൾ പുറത്തുവിടുന്നത് അഡ്വക്കേറ്റ് ദീപ ജോസഫ് തന്നെ. 1ാം അതിജീവിതയുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും സമൂഹത്തിനു മുന്നിൽ തുറന്നു പറഞ്ഞത് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ആയിരുന്നു. അവർ വിവാഹിതയായിരുന്നു എന്ന ദീപ ജോസഫിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ആദ്യ അതിജീവിതയുടെ പരാതിയിൽ അപൂർവ ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നത്. തുടർന്ന് ഇക്കാര്യം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ രാഹുൽ ഈശ്വറിനെതിരെ കേരളത്തിന്റെ പോലീസ് കേസെടുക്കുകയും അദ്ദേഹത്തെ റിമാൻഡിലാക്കുകയും ചെയ്തു. അഡ്വക്കേറ്റ് ദീപ ജോസഫിനെതിരെ കേസെടുത്തു എങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നില്ല. ഇപ്പോഴിതാ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ദീപ ജോസഫ് ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പിങ്ങനെ: കേരളം വ്യാജ അതിജീവിതമാരുടെ നാടാകുന്നു. എനിക്ക് കിട്ടിയ അറിവുകൾ ശരിയാണെങ്കിൽ അടുത്ത അതിജീവിത കളത്തിലേക്ക് ഇറങ്ങാൻ റെഡിയായി നിൽക്കുന്നു.
അതും ദുബായ് ബേസാണ്. ഇലക്ഷൻ വരെ ഇങ്ങനെ നീളും. അത് കഴിഞ്ഞാൽ കെട്ടടങ്ങും. തിരക്കഥ റെഡിയാണ്. പലരുടെയും ഔദാര്യം കൊണ്ട് ചെറ്റക്കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്തിയ കിട്ടിയോനെ കൂട്ടത്തിൽ നിർത്താതെ നാട്ടിലെ കൊട്ടാരം നോക്കാൻ ഏൽപ്പിച്ച് ദുബായിൽ വിലസുന്നയാളാണ് അടുത്തതായി അരങ്ങിലേക്ക് വരാൻ പോകുന്നത്. ഉടനെ തിരശ്ശീല പൊങ്ങും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്വദേശത്തും പ്രവാസത്തുമുള്ള മലയാളികൾക്ക് വല്ലാത്ത നാണക്കേടായി മാറിയിരിക്കുന്ന ഈ സമ്പ്രദായം ഒന്ന് നിർത്തലാക്കാൻ വേണ്ട സത്വര നടപടികൾ എടുക്കാൻ കഴിയണം. വ്യാജരെ നിർവ്യാജമകത്തിടാൻ പോലീസിൻ്റെ സഹായമുണ്ടാകണം. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണിത്. ഒരു പണിയുമില്ലാത്ത, സത്യസന്ധത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മീഡിയയും സജീവമാകും. അഭിഭാഷകയായി ഞാൻ സത്യം തുറന്നു കാണിക്കാൻ നീതിക്ക് കൂട്ടുനിന്നിട്ട് മീഡിയ വാർത്ത കണ്ട് പകച്ചത്. ഞാനൊരു അതിജീവിതയായി ആരുടെയൊക്കെയോ ഗർഭം അലസിപ്പിച്ചു, ആർക്കൊക്കെയോ എതിരെ പരാതി കൊടുത്തു, മാനം പോയ പോലെ ആക്കിയ മീഡിയ അറ്റാക്ക് നമോവാക്കം. യഥാർത്ഥ അതിജീവിത ഇന്നും വെളിയിൽ നീതിക്കായി അലയുന്നു. കാരണം അവർ പെയ്ഡ് സർവീസിൽ വന്നവളായിരുന്നില്ല. പീഡകൻ പാർട്ടിയുടെ വേണ്ടപ്പെട്ടയാളും. പീഡകരെ മന്ത്രിയും MLAയുമാക്കി വാഴിക്കുന്ന പാർട്ടിയും സർക്കാരും യഥാർത്ഥ അതിജീവിതമാരെ കണ്ടില്ലെന്ന് നടിക്കുന്നു. അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ആൾക്കൂട്ട അറ്റാക്കിലൂടെ നിശബ്ദയാക്കുന്നു. ഇവരുടെ പോസ്റ്റിന് താഴെ നിരവധി യുവാക്കളുടെ കമന്റ്. പലരും ഇത്തരത്തിൽ അന്യായമായ കേസുകളിൽപ്പെട്ടവർ. ഇക്കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ദീപ ജോസഫ് മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. തനിക്കുണ്ടായ അനുഭവം അവർ നേരിട്ടെഴുതിയ ഒരു കുറിപ്പ്. അതിൽ എല്ലാ സത്യങ്ങളും അവർ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. കേരളത്തിൽ സമീപകാലത്ത് നടന്ന ബലാത്സംഗങ്ങൾ, ഗർഭഛിദ്രം ഇവയെല്ലാം പരസ്പര സമ്മതത്തോടെയായിരുന്നു എന്നും അതിൻ്റെ പിന്നാലെ നടന്ന അറസ്റ്റ് നിയമവിരുദ്ധമായിരുന്നു എന്നതും കോടതി വിധികളിൽ നിന്നും പകൽ പോലെ വ്യക്തം. ദുബായ് കേന്ദ്രമായി നടന്ന ഗൂഢാലോചന, അമ്മയുടെ ജന്മദിനം, പിന്നീട് അങ്ങോട്ട് നടന്നത് മുഴുവൻ ട്രാപ്പായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാലക്കാട് MLA സമീപിച്ചത് തിരുവനന്തപുരം ഗോകർണം, പിന്നെ വിദേശത്തുള്ളവർ വരെ. ഇന്ത്യ പാലക്കാട് MLA ദിവ്യനായിരുന്നു. 3 കേസുകളിലും അയാൾക്ക് കോടതി ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ പൊതുജനം ചിന്തിക്കേണ്ട കാര്യം. എൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു പാർട്ടിയുടെ അജണ്ട ആയിരുന്നു എന്നെ നിശബ്ദയാക്കുക എന്നത്. ആരുടെയും പേരോ ആരെയും വേദനിപ്പിക്കുകയോ ചെയ്തില്ല. എങ്കിലും സത്യസന്ധമായ ഒരു പുരുഷൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫോണിൽ പറഞ്ഞത് അയാളുടെ അവസ്ഥയായിരുന്നു. 6 വർഷം പ്രേമിച്ച പെണ്ണിനെ 20 ലക്ഷം കടം മേടിച്ച് കല്യാണം കഴിച്ചു. അവൾ ചതിച്ചു, ഇന്നത്തെ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു. പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരനോട് പറഞ്ഞത് മാധ്യമങ്ങളെയോ മുഖ്യമന്ത്രിയോ കാണാനല്ല. സിവിൽ കേസ് ഫയൽ ചെയ്യാം, ഒച്ചപ്പാടുകൾ വേണ്ട, കൂടെ നിൽക്കാം, നീ ധൈര്യമായി ഇരിക്കുമെന്ന് മാത്രമാണ്. അയാൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമുള്ള ഒരുവിധം അഭിഭാഷകരെ മുഴുവൻ കണ്ടു എന്ന് പലരിൽ നിന്നും മനസ്സിലായി. ഒപ്പം അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണനെയും കണ്ടിരുന്നു എന്ന് മാഡം ഇന്നലെ സ്ഥിരീകരിക്കുകയുമുണ്ടായി. പിന്നീട് അയാൾ മുഖം മൂടിയില്ലാതെ മീഡിയയുടെ മുന്നിൽ വന്ന് ഞാൻ കൊടുത്ത പരാതി മുഖ്യമന്ത്രി പരിഗണിച്ചില്ല എന്നും പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ പേരും നാളുമില്ലാതെ ഇട്ട പോസ്റ്റിൽ വ്യാജ റേപ്പിൻ്റെ കഥകൾ മെനയുന്ന സ്ത്രീ വിവാഹിതയാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടും അവരുടെ ഉദ്ദേശം നന്നായി അറിയാമായിരുന്നിട്ടും മനോരമയുടെ ചാനൽ ചർച്ചയിലോ എൻ്റെ എഴുത്തുകളിലോ അവർ ആരാണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇവർ വിവാഹിതയാണെന്ന് വെളിപ്പെടുത്തിയത് ഒരു കള്ളത്തരത്തിൻ്റെ മഞ്ഞുമല ഇടിഞ്ഞു വീഴാൻ കാരണമായി. നവംബർ 27 വൈകിട്ട് 6 മണിക്ക് അത് സംഭവിച്ചു. കാരണം ഒളിവിലിരുന്ന സമൂഹത്തിൽ എന്നുമെന്നും പുതിയ പുതിയ വാർത്തകൾ മാധ്യമങ്ങൾ വഴി വെറുപ്പ് സൃഷ്ടിച്ച ആ കഥ അവിടെ തീർന്നു. ഒരു സ്ത്രീ ഔദ്യോഗികമായി രാഹുൽ ക്രൂര ബലാത്സംഗം ചെയ്തതായി പരാതി നൽകി. പക്ഷെ പിന്നീട് നടന്ന മറ്റു കളികൾ. ഡൽഹി ആസ്ഥാനമാക്കിയ ഒരു മീഡിയ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ നടത്തിപ്പുകാരനും ഏറാൻ മൂളിയുമാണ് അഡ്മിൻ. അയാൾ എഴുതിക്കൊടുത്ത നീചമായ വാക്കുകൾ കോൺഗ്രസിൽ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ ഭരണ പാർട്ടിയിലേക്ക് ചാടി രാഹുലിൻ്റെ മുഖ്യ ശത്രു എന്ന് വെല്ലുവിളി നടത്തുന്ന ഡോക്ടർ വളരെ മോശമായി എന്നെക്കുറിച്ചൊരു പോസ്റ്റ് ഇടുന്നു. അയാളെ ഞാൻ 27 വിളിക്കുന്നു. ഫോൺ എടുത്ത ഉടൻ ഡോക്ടർ പറഞ്ഞത് ഞാൻ ദീപയാണ്. ഓ, ഫോൺ റെക്കോർഡിലാണ്. അതിന് താങ്കൾ പല അനാവശ്യങ്ങളും എന്നെക്കുറിച്ച് ഇൻഡയറക്റ്റായി ഫേസ്ബുക്കിൽ എഴുതി കണ്ടു. നിനക്കുള്ളത് കൂടുതൽ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അതും നിങ്ങളെ തേടിയെത്തും. താങ്കൾ എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യൂ, അതെന്നെ ബാധിക്കില്ല. അത് കാണാം. ഇതാണ് നമ്പറല്ലേ? ഞാൻ അന്വേഷിക്കുകയായിരുന്നു. ഇതായിരുന്നു ബഹുമാനപ്പെട്ട ഡോക്ടർ എന്നോട് വെല്ലുവിളി നടത്തിയ സംഭാഷണം. ഇത് നവംബർ 27. പിന്നീട് ഡിസംബർ 1 ദുബായിലെത്തിയപ്പോൾ ആണ് ഞാൻ 2ാം പ്രതിയാണെന്ന് വാർത്തകളിൽ നിന്ന് മനസ്സിലായത്. നവംബർ 4 വത്തിക്കാനിൽ നിന്ന് വന്ന ഇൻവിറ്റേഷൻ കയ്യിലിരിക്കുമ്പോൾ കൈരളി ചാനൽ ഞാൻ റോമിലേക്ക് കടക്കാൻ സാധ്യത എന്ന് വരെ പ്രചരിപ്പിച്ചു. അതിനു പിന്നിൽ ആ ചാനലിൽ പണ്ട് സെക്യൂരിറ്റി പണി ചെയ്തിരുന്ന ഒരുത്തനായിരുന്നു എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറെ വിളിച്ചു. അയാൾ പറഞ്ഞത് ദീപയുടെ പേരിട്ടത് പാർട്ടി പറഞ്ഞിട്ടാണെന്നായിരുന്നു. ആരാണ് നിൻ്റെ പാർട്ടി? അതിന് അയാൾ പറഞ്ഞ മറുപടി വിചിത്രം. പിന്നീട് പോലീസിൽ നിന്നറിഞ്ഞത് പൊളിറ്റിക്കൽ ലെവലിൽ ഭരണപക്ഷത്തു നിന്നും കുപ്പിപ്പാൽ കുടിക്കാതെ പാൽ നേരിട്ട് കുടിക്കുന്ന ഏമാൻ പറഞ്ഞിട്ടായിരുന്നു എൻ്റെ പേര് ആഡായതെന്ന്. അയാളെ ഞാൻ നേരിട്ടറിയില്ല. എൻ്റെ പോസ്റ്റിൽ ഒരു കൊതുജീവിതയും നുണജീവിതയും പരാമർശിച്ചിട്ടില്ല. പ്രിയരെ, ഒരു ഭരണപക്ഷം ആളുകളെ എങ്ങനെ ഗൂഢാലോചന വഴി കള്ളക്കേസുകളിൽ കൊടുക്കുന്നു എന്നത് നിങ്ങൾ അറിയണം.
പച്ചമരത്തിന് ഇതാണ് അവസ്ഥയെങ്കിൽ ഉണക്കമരത്തിൻ്റെ അവസ്ഥ എന്താകും? പലരും ചോദിച്ചു, എന്തിനാ ഒന്നും എഴുതാൻ പോകണ്ട എന്ന്. പക്ഷേ സത്യങ്ങൾ ഒരു പാർട്ടിയും അവരുടെ ഗൂഢാലോചനയും ഒരാളെ എങ്ങനെയാണ് നിശബ്ദതയിലേക്കും മരണത്തിലേക്കും തള്ളിവിടുന്നത് എന്നറിയണം. അതും ഭരണപക്ഷം ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നറിയണം. ബാക്കി പിന്നീട്. കൃത്യമായാണ് ദീപ ജോസഫിൻ്റെ കുറിപ്പ്. ഈ കുറിപ്പിൽ എല്ലാമുണ്ട്. ഇനിയിപ്പോൾ എത്ര അതിജീവിതമാരുടെ പരാതികൾ മുന്നോട്ട് വന്നാലും കേസുകൾ രാഹുൽ നേരിടട്ടെ. രാഹുലിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് കോടതി നിരീക്ഷിക്കുകയും ആ ശരിക്കൊപ്പം നിൽക്കുന്ന കോടതികളെ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നു. അതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഒരു ദിവസം മുൻപ് ഇതേ ദീപ ജോസഫ് മറ്റൊരു കുറിപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ആ കുറിപ്പിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. വടകര MP ഷാഫി ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. അന്ന് അമ്മയ്ക്ക് ബർത്ത്ഡേ നേർന്നുകൊണ്ട് ഒരുത്തൻ്റെ ജീവിതം കുളം തോണ്ടി. ഇന്നിങ്ങോട്ട് ആശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും ഒരു വെടിവഴിപാട് വരുന്നുണ്ട്. പുരുഷന്മാർ ജാഗ്രത, അനുഭവം ഗുരു എന്ന് പറയാം. പക്ഷേ പരാതി അതെവിടെ നിന്ന് പൊട്ടി വരും എന്നാർക്കും നിശ്ചയമില്ലല്ലോ. ഇതിപ്പോൾ ദുബായിൽ നിന്നുള്ള അടുത്ത പരാതിക്കായി കട്ടക്കാത്തിരിപ്പ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.